മാഷേ ഇരിക്കും മാഷേ. എന്താ മഹേഷേ, നിനക്ക് എന്താ പറ്റി? കുറച്ച് ദിവസമായിട്ട് നിന്നെ അങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ. ഒന്നും പറയണ്ട എൻ്റെ മാഷേ. നമ്മൾ അന്നൊരു ആലോചന മാഷ് പറഞ്ഞിട്ട് പോയിരുന്നല്ലോ. ആ ആലോചന ഏകദേശം ശരിയായ മട്ടില്ല. പക്ഷെ എനിക്ക് ആകെ കൺഫ്യൂഷനാ മാഷേ. എന്താ ചെയ്യണമെന്ന് എനിക്കൊരു പിടുത്തമില്ല. നിനക്കിപ്പോ പ്രായം എത്രയായി എന്നുള്ള വല്ല ധാരണ നിനക്കുണ്ടോ? 41 മാഷേ. എൻ്റെ മഹേഷേ, നിനക്കറിയില്ലേ, നിന്റെ 25ാമത്തെ വയസ്സ് മുതൽ നീ പെണ്ണാലോചനയായിട്ട് ഇറങ്ങിയതല്ലേ. ഒരു പെണ്ണിനെ കണ്ട അവർക്ക് നിന്നെ ഇഷ്ടാവില്ല, നീ കണ്ട നിനക്ക് അവരിഷ്ടാവില്ല. അങ്ങനെയൊക്കെ നടന്ന് ഒരെണ്ണം ശരിയായി വന്നിരിക്കുക. നിന്റെ അമ്മയുടെ ഒക്കെ പ്രാർത്ഥന മൂലം ഒന്ന് ശരിയായി. അങ്ങനെയുള്ള സംഭവത്തിന് നീ എന്തിനാ ഇതും വേണ്ട എന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? 41 വയസ്സ് എനിക്കിപ്പോ. കല്യാണം കഴിയുമ്പോൾ 42 വയസ്സാവും അല്ലേ? കുട്ടി ഉണ്ടായ 43 വയസ്സുള്ള കുട്ടിയാവുക. അപ്പൊ 10 വർഷം കഴിഞ്ഞിക്ക് എത്ര? എന്റെ പ്രായം എത്ര മാഷേ? 53 വയസ്സ്. 53 അല്ലേ? അപ്പൊ എന്റെ കുട്ടിക്ക് 20 വയസ്സായല്ലോ. അപ്പൊ എന്റെ പ്രായം എത്ര? 63 വയസ്സ്. മാഷേ, ഇന്നൊരു പവൻ സ്വർണ്ണത്തിന് എന്താ വില? അതിപ്പോ ആർക്കറിയാത്തത്? 71,000 രൂപ അല്ലേ? ഒരു 20 വർഷം മുന്നേ സ്വർണത്തിന് എന്താ വില? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിലേ 5,000 രൂപ അല്ലേ? 5,000. ഇപ്പോഴത്തെ കല്യാണ മണ്ഡപത്തിന്റെ വാടകയും ഒരു 20 വർഷത്തിന് ശേഷമുള്ള വാടകയും എത്രയെന്നും മാഷൊക്കെ പറഞ്ഞേ. 5,000 രൂപയായിരുന്നു ഒരു 20 വർഷം മുമ്പ്, ഏകദേശം പറയണം കേട്ടോ. പക്ഷെ ഇപ്പോഴോ 50,000 60,000 ഒക്കെ മീതെ ചുരുങ്ങിയ ചെറിയൊരു ഹാളിന് വരെ വേണ്ടി വരുന്നുണ്ട്. ഇനി ഒരു 20 വർഷം കൂടി കഴിഞ്ഞാൽ ഒരു 2 ലക്ഷം 3 ലക്ഷത്തിൻ്റെ ഒക്കെ മീതെ പോവില്ലേ മഹേഷേ? ശരിയല്ലേ? കഴിഞ്ഞിട്ടില്ല. ഒരലയ്ക്ക് എന്താ സദ്യക്ക് ചാർജ്? അന്നത്തെ ചാർജും പറയണം, ഇന്നത്തെ ചാർജും പറയണം. ഒന്ന് പറയും ഭാഷ. നീ എന്താ മഹേഷ എന്നെ കണക്ക് പഠിപ്പിക്കുക? എന്തായാലും നീ ചോദിച്ച സ്ഥിതിക്ക് എനിക്കറിയാവുന്ന പറഞ്ഞുതരാം. മുമ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സദ്യയുടെ ഇല ചിലവല്ല, അത് വീട്ടിൽ വയ്ക്കുകയല്ല കൂടുതൽ ആളുകളും. പക്ഷെ ഇപ്പോഴത്തെ റേറ്റ് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 250-300 ആ റേഞ്ചിലൊക്കെ വരും ഇല്ലേ? പിന്നെ ഒരു 20 വർഷമൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ ഒരു 1,500-2,000 ഒക്കെ അടുത്ത് വരൂലേ മഹേഷേ? ശരിയല്ലേ? അത് കഴിഞ്ഞ് സേവ് ദ ഡേറ്റ്, അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു മെഹന്തി ഉണ്ട്. ഇപ്പോൾ ഒരു കല്യാണത്തിന് മെഹന്തി, അത് കഴിഞ്ഞ് ഹണിമൂണ്, വലിയ സ്ഥലമൊക്കെ പറയാവുള്ളൂ. ഇതൊക്കെ കൂടി അങ്ങോട്ട് കഴിയുമ്പോൾ ചിലവെത്ര ആൾക്ക് വല്ലതും അറിയുമോ? ഇന്നാളെ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ്റെ ശരാശരി ആയുസ് 55 മുതൽ 65 വയസ്സ് വരെ. ശിവ ഇതൊക്കെ ആലോചിക്കുമ്പോഴേ കല്യാണം കഴിക്കണോന്ന് വേണ്ട ഞാൻ ആലോചിക്കുക. ഞാനൊരു മാസമായി പോയി, എന്നാലും പറയാണ്ടിരിക്കാൻ പറ്റില്ല. ബോയ്സ് സ്കൂളിന് മുന്നിൽ ഒരു ഐസ്ക്രീം കട ഉള്ള കാര്യം മഹേഷ് അറിയാലോ. അവിടേക്ക് പോവാം. നല്ല കോലേജ് അവിടെ നിന്ന് കിട്ടും. ഒരെണ്ണം ഇങ്ങോട്ട് വാങ്ങും. അവിടെ ഏതെങ്കിലും മൂലക്കിലാണ്ടിരിക്കുക. എന്താ വത്സമാഷ അങ്ങനെ പറഞ്ഞേ? നല്ല കോലേജ് അവിടെ നിന്ന് കിട്ടും. ഏതെങ്കിലും ഒരു മൂലക്കാണ്ട് ഇരിക്കുക. അയ്യേ